സാധാരണയായി നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാരിനെതിരായി ഒരു സമരം നടക്കുമ്പോൾ മുസ്ലിം സംഘടനകളും യുവാക്കളും സ്ത്രീകളുമൊക്കെ വളരെ സജീവമായി അതിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള സമരങ്ങൾ നമ്മളൊക്കെ കണ്ടതുമാണ്. എന്നാൽ ശനിയാഴ്ച ഡൽഹിയിൽ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധ പ്രകടനത്തിന് മുന്നോടിയായി മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ പ്രചരിച്ചത് വേറിട്ട ഒരു സന്ദേശമായിരുന്നു. പ്രതിഷേധങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുക എന്ന സന്ദേശമാണ് വാട്സപ്പ് ഗ്രൂപ്പുകളും പള്ളികളിലെ അറിയിപ്പുകളും ഇൻസ്റ്റഗ്രാം റീലുകളും എക്സിലെ പോസ്റ്റുകളും വഴി നൽകിയത്. ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് മാത്രമല്ല, അതിന്റെ അടുത്തേക്ക് പോലും പോകാതിരിക്കാൻ ശ്രമിക്കുക എന്നായിരുന്നു സന്ദേശം. ഈ പ്രതിഷേധം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉണ്ടാകൂ, എന്നാൽ അതിന്റെ പ്രത്യാഘാതം വർഷങ്ങളോളം നീണ്ടു നിൽക്കും എന്നൊരു മുന്നറിയിപ്പായിരുന്നു ആ സന്ദേശം. CJP സ്ഥാപകൻ അഭിജിത് ദിബ്കെ ഈ പ്രതിഷേധം നടത്താനുള്ള തീയതി പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മുസ്ലിം സമുദായത്തിലെ പ്രമുഖരും പണ്ഡിതന്മാരും സാധാരണക്കാരുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പങ്കുവച്ചിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന സമരങ്ങളും അതിനെ തുടർന്നുണ്ടായ ഡൽഹി കലാപ അന്വേഷണങ്ങളും നൽകിയ പാഠങ്ങളിൽ നിന്നാണ് ഈ പുതിയ ചിന്ത രൂപം കൊണ്ടത്. പ്രതിഷേധങ്ങൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവസാനിച്ചേക്കാം, എന്നാൽ അതിന്റെ അനന്തര ഫലങ്ങൾ വർഷങ്ങളോളം ചെറുപ്പക്കാരുടെ ജീവിതത്തെ വേട്ടയാടുമെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള അക്രമങ്ങളോ ക്രമസമാധാന തകർച്ചയോ ഉണ്ടായാൽ ആദ്യം സംശയത്തിന്റെ നിഴലിലാകുന്നത് മുസ്ലിം യുവാക്കളായിരിക്കുമെന്നും അവരെ എളുപ്പത്തിൽ ബലിയാടാക്കാൻ സാധ്യതയുണ്ടെന്നും 2 ലക്ഷത്തോളം ആളുകൾ കണ്ട ഒരു എക്സ് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഏറെ നാളത്തെ ജയിൽവാസം, മാധ്യമ വിചാരണ, ദേശവിരുദ്ധ പ്രഖ്യാപനങ്ങൾ എന്നിവയിലേക്ക് അത് വഴിമാറുമെന്നും അവർ ആശങ്കപ്പെടുന്നു. വൈകാരികതയല്ല, വിവേകമാണ് ഈ സമയത്ത് വേണ്ടതെന്നാണ് ഇമാമുമാർ പറയുന്നത്. ഈ ജാഗ്രത സോഷ്യൽ മീഡിയയിൽ മാത്രമായിരുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച അണികളോട് സംസാരിച്ച ഷഹീൻ ബാഗിലെ പള്ളി ഇമാം തെരുവിൽ ഇറങ്ങുന്നതിന് മുമ്പ് ചെറുപ്പക്കാർ സ്വന്തം ഭാവിയെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ആക്ടിവിസം എന്നത് തെരുവിൽ മാത്രമല്ലെന്നും യഥാർത്ഥ മാറ്റം കൊണ്ടുവരേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെയും കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയുമാണെന്നും അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒരേപോലെയല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ രൂപം കൊണ്ട ഈ ഓൺലൈൻ പാർട്ടിയുടെ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കും മുമ്പ് അതിന്റെ ലക്ഷ്യം എന്താണ്, ആരാണ് അത് സംഘടിപ്പിക്കുന്നത്, അത് സമാധാനപരമായിരിക്കുമോ, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ, അതോ ദോഷമാണോ വരിക എന്നൊക്കെ യുവാക്കൾ സ്വയം ചോദിക്കണം. വിദ്യാഭ്യാസമാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കരുതെന്ന് പിതാവ് തന്നെ ശക്തമായി വിലക്കിയെന്ന് പറയുകയാണ് അഷ്റഫ് എന്ന യുവാവ്. സ്വന്തം കരിയറും ജീവിതവും കെട്ടിപ്പടുക്കാൻ നോക്കുകയാണ് ഒരു യുവാവ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം മറ്റുള്ളവരെ സഹായിക്കുകയാണ് ബുദ്ധി എന്നായിരുന്നു അയാളുടെ അച്ഛന്റെ ഉപദേശം. തീർച്ചയായും ഒരു നല്ല തീരുമാനം എന്നാണ് തോന്നുന്നത്. കാരണം ഈ പ്രതിഷേധത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഈ പ്രതിഷേധം ഏതെങ്കിലും രീതിയിൽ അക്രമാസക്തമായാൽ വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകളും ഉണ്ടായേക്കാം. അതിന്റെ ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരുന്നത് ആരായിരിക്കുമെന്ന് ഇവിടുത്തെ മുസ്ലിം യുവാക്കൾക്ക് ഇപ്പോൾ നല്ലപോലെ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് സമരത്തിൽ നിന്നും കാര്യമായി വിട്ടുനിൽക്കാൻ അവർ തീരുമാനിച്ചത്.